സിനിമയിൽ നിന്ന് പതുക്കെ രാഷ്ട്രീയത്തിലേക്ക് വഴിമുട്ടുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന ശ്രീ KR നാരായണനെതിരെ ഒറ്റപ്പാലത്ത് താങ്കൾ മത്സരിച്ചു. അന്ന് KR നാരായണനെ തോൽപ്പിക്കാൻ ഏറ്റവും കെൽപ്പുള്ള യുവ സാരഥിയായിട്ടാണ് അങ്ങേ അവിടെ ഞങ്ങളൊക്കെ വിചാരിച്ചോടെ ലീൻ രാജേന്ദ്രൻ വിജയിക്കും. പക്ഷേ വിധി വിപരീതമായി. ആ പരാജയത്തെ എങ്ങനെ നോക്കിക്കടന്നു? അതിൽ ഒരു മാനസിക വിഷമം ഉണ്ടായോ, അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പോയിട്ട് പരാജയപ്പെട്ടതിൽ എന്തായിരുന്നു അങ്ങയുടെ മാനസിക? ഈ രാഷ്ട്രീയം നമുക്ക് വേണ്ട, നമുക്ക് സിനിമ തന്നെ. രണ്ട് തവണയാണ് ഞാൻ മത്സരിക്കുന്നത്. 2 തവണയും KR നാരായണനെതിരെയാണ്. ആദ്യത്തെ തവണ മത്സരിക്കാൻ ചെല്ലുമ്പോൾ എനിക്കറിയാമായിരുന്നു ഞാൻ പരാജയപ്പെടുമെന്ന്. കാരണം അത്രയേറെ ഭൂരിപക്ഷത്തിലാണ് അതിന് തൊട്ട് മുമ്പ് KR നാരായണൻ വിജയിച്ചത്. AK ബാലനെ പരാജയപ്പെടുത്തുന്നത് 75,000 വോട്ടുകൾക്കാണ്. പക്ഷേ അവിടുത്തെ ചിട്ടയായ പ്രവർത്തനങ്ങൾ കാരണം അതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ വൈഭവം ഉണ്ട്. KR നാരായണൻ്റെ ഭൂരിപക്ഷം 24,000-ലേക്ക് താഴ്ന്നു. പിന്നീട് VP സിംഗിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പതനത്തെ തുടർന്ന് വീണ്ടും വന്ന തെരഞ്ഞെടുപ്പ്, 2 വർഷത്തിനുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയായി. അന്ന് ജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അവിടെയുള്ള മുഴുവൻ പ്രവർത്തകർക്കും ഉണ്ടായത്. അങ്ങനത്തെ ഒരു കാലാവസ്ഥയുമായിരുന്നു. കോൺഗ്രസ്സുകാർ പോലും KR നാരായണന് വേണ്ടി അത്ര ആത്മാർത്ഥമായി പ്രവർത്തിക്കില്ല. അതിനകത്തുള്ള ഗ്രൂപ്പ് KR നാരായണന് എതിരായിരുന്നു. ഞങ്ങൾ ഒരു റെസ്റ്റ് ഹൗസിൽ അടുത്തടുത്ത മുറികളിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം പലതും എന്നോട് സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഈ ആകുലതകൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞങ്ങൾ വളരെ സൗഹൃദത്തിലാണ് പെരുമാറിയത്. പക്ഷേ രാജീവ് ഗാന്ധിയുടെ മരണം, അതിനെ തുടർന്നുണ്ടായ അടുത്ത ദിവസങ്ങളിൽ നടന്ന ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പല നിയോജക മണ്ഡലങ്ങൾ, അന്ന് നിയമസഭയും ആ സമയത്ത് നടക്കുന്നുണ്ട്, വിധി മാറ്റി എഴുതിയതുപോലെ KR നാരായണൻ്റെ വിജയം വീണ്ടും 13,000 താഴെ വരുന്ന വോട്ടിലാണ് അന്ന് അദ്ദേഹം ജയിക്കുന്നത്. ഒരു പാർലമെൻറ്റിൽ 12,000 വോട്ട് രാജീവ് ഗാന്ധിയുടെ മരണമില്ലായിരുന്നുവെങ്കിൽ ഇതല്ലായിരുന്നു എൻ്റെ സ്ഥിതി. വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയായിരുന്നു. അതാണ് അതിന് പിന്നീട് അദ്ദേഹം ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റ് ആയപ്പോൾ ഞാനന്ന് പത്രങ്ങൾക്ക് എന്നോട് ചോദിച്ചപ്പോൾ ഞാനൊന്ന് എഴുതിയിരുന്നു, എൻ്റെ പരാജയമാണ് KR നാരായണനെ വൈസ് പ്രസിഡൻ്റ് ആകാനും പിന്നീട് പ്രസിഡൻ്റ് ആവാനും ഇടയായി. കാരണം പരാജിതനായ KR നാരായണനെ കോൺഗ്രസ്സുകാർ പിന്നെ കയ്യിലെടുക്കുകയില്ല. അതാണ് കോൺഗ്രസ് സംസ്കാരം. അത് സംസ്കാരത്തിൻ്റെ അല്ല. അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ ആരുമല്ല. അദ്ദേഹം ലൈം ലൈറ്റിൽ നിന്ന് പുറകോട്ട് പോകും. പിന്നെ അതൊരു രാഷ്ട്രീയത്തിൻ്റെ സംസ്കാരത്തിൽപ്പെടുന്നതല്ല. ഞാൻ കോൺഗ്രസിൻ്റെ മാത്രം എന്ന് പറഞ്ഞ് അതിനെ മാറ്റി നിർത്താൻ തയ്യാറൊന്നുമില്ല. അതായിരുന്നു അദ്ദേഹത്തെ സഹായിച്ചത്. പിന്നീട് അതിനടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇല്ല എന്നാണ് ഞാൻ മറുപടി. എനിക്കറിയാം ജയിക്കുമെന്ന്. മാത്രമല്ല അന്ന് മത്സരിച്ച ശിവരാമന് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 2 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ശിവരാമൻ അന്ന് ജയിച്ചത്. ഞാൻ ഈ കാലയളവിൽ ആലോചിച്ചത്, ഞാൻ കഷ്ടപ്പെട്ട് ആണ് ഈ ചലച്ചിത്ര രംഗത്ത് ഓരോ പടിയും ചവിട്ടി വന്നത്. ആരുടെയും സഹായത്താലല്ല. ഒരു ഗോഡ് ഫാദറും അങ്ങനെ ഉണ്ടായിട്ടുമില്ല, ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല. ഒട്ടുമുക്കാൽ പേർക്കും അതില്ല, അതും അറിയാം.
അപ്പോൾ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് വന്നിട്ടുള്ള കൊണ്ടെത്തിയ ഒരു സ്ഥാനത്തെ ഞാൻ തന്നെ ഇല്ലാതാക്കുന്നില്ല. കാരണം ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ചെല്ലുന്ന എനിക്ക് പിന്നെ സിനിമയിലേക്ക് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാകും. വരണമെങ്കിലും നിൽക്കുന്ന സ്ഥലത്ത് ആത്മാർത്ഥമായി നിൽക്കുക, ചെയ്യാനുള്ളത് ചെയ്യുക. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റേതായിട്ടുള്ള ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ടുള്ള ഇടപെടലുകൾ കാരണം സമയം മുഴുവൻ അതിലേക്ക് മാറ്റിവെക്കപ്പെടുകയും സിനിമ എന്നിൽ നിന്ന് വഴിമാറിപ്പോവുകയും ചെയ്യും. അത് ഞാൻ ചെയ്യുന്നത് എന്നോട് ചെയ്യുന്ന ഒരു ക്രൂരത എന്നുള്ള നിലക്കാണ്. അതിൽ നിന്നും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും അതെ വളരെ സജീവമായി അടൂർ നിയോജക മണ്ഡലത്തിൽ താങ്കളുടെ പേര് വളരെ സജീവമായി വേറെ ഒരു രണ്ട് നിയോജകമണ്ഡലം രണ്ട് നിയോജകമണ്ഡലത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി. പക്ഷേ ഇതാണെങ്കിൽ പോലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ സഹോദരി കോൺഗ്രസ് ടിക്കറ്റിൽ ആറ്റിങ്ങിൽ മത്സരിച്ചു എന്നുള്ളത് ഒരു വിരോധാഭാസം. അതിൽ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ട്. അല്ല, അവൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ ഈ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചിട്ടുണ്ട്. അവരുടെ AICC മെമ്പറും ഒക്കെയാണ്. ആ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം അങ്ങനെ തന്നെ നിൽക്കും. അതങ്ങനെ തന്നെ നിൽക്കും. ഞങ്ങൾ തമ്മിലുള്ള വർത്തമാനത്തിൽ ഒരിക്കലും രാഷ്ട്രീയമില്ല. സിനിമ വന്നാലും രാഷ്ട്രീയം വരില്ല, ഒരിക്കലും വരില്ല. തീർച്ചയായിട്ടും താങ്കളുടെ ഇത്ര നാളത്തെ യാത്ര സഫലമാണെന്ന് താങ്കൾക്ക് തോന്നുന്നു. നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് സഫലം ഈ യാത്ര ഏതാണ്? ഞാൻ തെറ്റുകൾ ചെയ്തിട്ടില്ല. എൻ്റെ പ്രവൃത്തി മേഖലയിൽ തെറ്റുകളെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെടാത്ത സിനിമ ഞാൻ ചെയ്തിട്ടില്ല. ആ നിലയിലുള്ള സംതൃപ്തി എനിക്കുണ്ട്. പക്ഷേ എൻ്റെ ജീവിതം സഫലം എന്ന് പറയുന്നത് ഇതുവരെ ചെയ്ത സിനിമകൾ വെച്ചാണില്ല. ഇനിയും നല്ല സിനിമകൾ എനിക്ക് ചെയ്യാനാകുമെന്നുള്ള അങ്ങേറ്റത്തെ വിശ്വാസക്കാരനാണ്. തീർച്ചയായും അങ്ങയുടെ ആ വിശ്വാസം മുന്നോട്ട് പോകട്ടെ. ഈ യാത്ര സഫലം തന്നെയെന്ന് ഞങ്ങൾ പ്രേക്ഷകർ അല്ലെങ്കിൽ അങ്ങയോട് സ്നേഹിക്കുന്ന ആളുകൾ കരുതുന്നു. എങ്കിലും ഇനിയും ഒരു സഫലമീ യാത്ര എന്നുള്ള പ്രോഗ്രാമിലേക്ക് അങ്ങയെ അതിഥിയായിട്ട് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജഗദീശനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം, പ്രത്യേകിച്ച് എന്നോടൊപ്പം ചെലവഴിച്ചതിന് വളരെയേറെ നന്ദിയുണ്ട്. നമസ്കാരം.